ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വേർഷൻ 5.1.0 കൊണാമി നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ ക്യാമ്പയിൻ, പുതിയ മാനേജർ, പുതിയ എപ്പിക്സ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അധികാരം നോട്ടീസ് ചെയ്യാത്തൊരു കാര്യം കൂടെ വന്നിട്ടുണ്ടായിരുന്നു, പുതിയ നോമിനേറ്റിംഗ് കോൺട്രാക്ട് പാക്ക്. ശരിക്കും പറഞ്ഞാൽ നല്ല എനർജിയോടുകൂടി തുടങ്ങേണ്ട ഒരു വീഡിയോ. എനിക്ക് അത്രത്തോളം എനർജി ഇല്ല, കാരണം ഇത്തവണ നമുക്ക് വന്നിട്ടുള്ള നോമിനേറ്റീവ് പാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ന്യൂലി ലൈസൻസ്ഡ് ഇറ്റാലിയൻ ക്ലബ്സ്, നമ്മുടെ പാൽമ, ഉഡിനേസ്, ടൊറീനോ, പിന്നെ അങ്ങനെ ഒരു 4-5 ക്ലബ്സിന്റെ ലൈസൻസ് പുതുതായിട്ട് കൊണാമി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിലുള്ള പ്ലേയേഴ്സ് ആണ് ഇത്തവണ നമുക്ക് പാക്കിൽ വന്നിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ എന്തിനാണ് ഈ പാക്ക് ഞാൻ റിവ്യൂ ചെയ്യുന്നത് തന്നെ ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം ഇതിൽ നമ്മുടെ മെയിൻ സ്ക്വാഡിലേക്ക് ഇടാനോ അല്ലെങ്കിൽ നമുക്കൊരു ഓൺലൈൻ മാച്ചിൽ ധൈര്യമായിട്ട് കളിപ്പിക്കാനോ പറ്റുന്ന ഒരു പ്ലെയർ പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എന്നിരുന്നാലും നമ്മുടെ ജോലിയാണ് ഇതിൽ ബെസ്റ്റ് പ്ലെയേഴ്സിനെ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാന്നുള്ളത്. സോ ഇതിൽ ഇപ്പോൾ ഏകദേശം എല്ലാ കാർഡ്സും ഞാൻ വേറൊരു സ്ക്വാഡിലിട്ട് കളിപ്പിച്ചിട്ട് അതിൻ്റെ ബേസിലാണ് ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് തോന്നുന്ന കാർഡ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരപ്പെടട്ടെ. അപ്പോൾ കൂടുതൽ നീട്ടി വലിക്കാൻ നിൽക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അത് തന്നെ ഈ ഒരു CB ആഡം മസീന ഒരു ബിൽഡപ്പ് CB ആണ്. സ്കിൽസ് ഒക്കെ കുറച്ചേ ഉള്ളൂ. ഇതിൽ വരുന്ന പല കാർഡുകൾക്കും സ്കിൽസും സ്റ്റാറ്റ്സും ഒക്കെ കുറവേ ഉള്ളൂ. ഇതിൽ മാക്സിമം റേറ്റിംഗ് എന്ന് പറയുന്നത് 98ഓ 99ഓ അങ്ങനെ കണ്ടാണ് വരുന്നത്. സോ ഈ ഒരു കാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഏരിയയിൽ അത്ര സൂപ്പർബല്ല, അത്യാവശ്യം നല്ല രീതിയിൽ പൊസിഷനിങ്ങും അതേപോലെ ഇന്റർസെപ്ഷനൊക്കെ ഉണ്ട്. ബട്ട് ഒരു 4 സ്റ്റാർ ആണ്, അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി. എന്തായാലും നിങ്ങൾക്ക് 4 സ്റ്റാർ നോമിനേറ്റിംഗ് കോൺട്രാക്ട് എക്സ്പയർ ആയി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു CB തന്നെയാണ്. അടുത്തത് ഈ ഒരു ആന്റോണിയോ ബെർണേഡ്. എന്നെ സർപ്രൈസ് ചെയ്തിട്ടുള്ള ഒരു കാർഡാണ് ഈ ഒരു ബോക്സ് ടോസ് കാർഡ് എന്ന് പറയുന്നത്. കാരണം ഞാൻ പ്രതീക്ഷയെക്കാട്ടി കൂടുതൽ ബോൾ കൺട്രോളും പൊസിഷനിങ്ങും അത്യാവശ്യം സ്കിൽസും ഒക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഒരു ടൂർ ഇവന്റിലൊക്കെ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ് ഈ ഒരു ബെർണേഡിന്റെ ഒരു കാർഡ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള സെർജി റോബർട്ടോയുടെ ഈ ഒരു ഒഫൻസീവ് ഫുൾ ബാക്ക് കാർഡ്. ഈ ഒരു കാർഡ് ഞാൻ ഈ എക്സാക്ട് കാർഡല്ല, പക്ഷേ ഒരു പ്ലെയർ ഓഫ് ദി വീക്കാണ് കളിപ്പിച്ചത്. പക്ഷേ ആ കാർഡും ഈ കാർഡും തമ്മിൽ എന്താ പറയുക, നല്ല വ്യത്യാസമുണ്ട്. കാരണം അതിൽ ഒരുപാട് സ്കിൽസ് ഉണ്ട്. ഇതിലാകെ 1 ടച്ച് പാസ്, വെയിറ്റഡ് പാസ്, പിൻ പോയിന്റ് ക്രോസിംഗ്, ബ്ലോക്കർ, ക്യാപ്റ്റൻസി, ഇങ്ങനെ 5 സ്കില്ല് മാത്രമേ ഉള്ളൂ. സോ ആ ഒരു കാർഡുള്ള ഒരാൾ ഈ ഒരു കാർഡിലേക്ക് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോണസ്റ്റ്ലി വേണ്ടാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം 33 വയസ്സുള്ള ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു കാർഡാണ്. പിന്നെ സ്റ്റാറ്റ്സും അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ നൊസ്റ്റാൾജിയുടെ പുറത്തൊക്കെ എടുക്കാന്നല്ലാതെ വലിയ യൂസ് ഉണ്ടാകുന്ന തോന്നുന്നില്ല ഈ ഒരു കാർഡ്. അടുത്തത് അസ്ലാനിയുടെ ഒരു പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ അത് പ്ലേയിങ് സ്റ്റൈൽ ചെയ്താന്നുള്ളത് ഞാൻ മറന്നുപോയി. അത്യാവശ്യം ബോൾ ഹോൾഡ് ചെയ്ത് ഒരു പക്ക ഓർക്കസ്ട്രേറ്റർ ആയിട്ട് കളിക്കുന്ന ഒരു കാർഡാണ് അസ്ലാനിയുടെ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. യങ് കാർഡാണ്, 23 വയസ്സേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് 2 CMF അല്ലെ 2 DMF ഫോർമേഷനാണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ ഒരു DMF ആയിട്ട് തീർച്ചയായും കളിപ്പിക്കാൻ പറ്റുന്ന ഒരു കാർഡിനാണ് അസ്ലാനിയുടെ ഈ ഒരു കാർഡ്. ഇതും ഞാൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. മറ്റേ നിങ്ങളുടെ കയ്യിൽ വേറെയും ഇതിലും നല്ല ഓർക്കസ്ട്രേറ്റർ കാർഡ് ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ പറയുന്നില്ല, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തെന്ന് പറയുന്നത് ഈ ഒരു ക്രിസ്ത്യൻ ഓഡോണൽ. ഇത് ആക്ച്വലി ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാർഡാണ്. കാരണം ഡെസ്ട്രോയർ പ്ലേയിങ് സ്റ്റൈലാണ്, പക്ഷേ മിഡ്ഫീൽഡറാണ്. പക്ഷേ മിഡ്ഫീൽഡിന്റെ ഒരു സ്റ്റാറ്റ്സോ കാര്യങ്ങളോ സ്കിൽസോ ഒന്നും ഇല്ലാത്തൊരു കാർഡാണ്. ഇതെന്തിനാ ഈ ഒരു കാർഡ് കൊണ്ടുവന്നതാണ് സത്യം പറയാൻ എനിക്കറിയില്ല. സോ ഞാൻ റെക്കമെൻഡ് ചെയ്തു. അടുത്തത് സിയോൺ സുസുക്കി, ഒരു ഗോൾ കീപ്പറാണ്. ഞാൻ കളിപ്പിച്ച സമയത്ത് ഒരു അറ്റാക്കിംഗ് ഗോൾ കീപ്പറാണ്. സോ അതിൻ്റെതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് കയറി വന്ന് ബോൾ ക്ലിയർ ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു എന്താ പറയുക, ഒരു ക്ലോസ് റേഞ്ച് ഒക്കെ വരുന്ന സമയത്ത് അത്രത്തോളം പക്കയല്ല ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം ഒരു 98ഓ 98 എങ്ങാനാണ് മാക്സ് റേറ്റിംഗ് വരുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള പെർഫോമൻസ് പ്രതീക്ഷിക്കേണ്ടുള്ളൂ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാന്നുള്ള കാർഡാണ്. അടുത്തത് ഇതിൽ ടോപ്പ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പാക്കിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാർഡാണ് നിക്കോ പാസിന്റെ ഈ ഒരു ഹോൾ പ്ലെയർ കാർഡ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് ഫൂട്ടറാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ CMF EMF 2 പൊസിഷനാണുള്ളത്. പൊസിഷൻ പോസ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് SS ആയിട്ടും അതേപോലെ RMF LMF ആയിട്ടൊക്കെ കളിപ്പിച്ച് നോക്കാം. പക്ഷെ ഇത് അത്രത്തോളം എന്നെ ഇംപ്രസ് ചെയ്തിട്ടില്ല ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്. കാര്യം ഒരു യങ് കാർഡാണ്. ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയ ആ ഒരു ഇത് വെച്ചിട്ട്, പക്ഷെ ഈ കാർഡ് എന്നെ അത്രയ്ക്ക് ഇംപ്രസ് ചെയ്തിട്ടില്ല. റൺസൊക്കെ റെഗുലർ ആയിട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ എന്തോ ഒരു ഫൈനൽ ടച്ചിലേക്ക്, ഒരു ഫൈനൽ തേർഡിൽ എത്തുന്ന സമയത്ത് അത്രത്തോളം ഒരു ക്ലിനിക്കലായിട്ടുള്ള ഒരു പെർഫോമൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ വരുന്ന അപ്ഡേറ്റിൽ ഇമ്പ്രൂവ് ആയിരിക്കും. എന്നാലും നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് എടുത്തു നോക്കാം. കാരണം ഈ ഒരു കാർഡിന്റെ പ്ലെയർ ഓഫ് ദി കാർഡ് ഒന്നും പലരുടെയും കയ്യിലുണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ നോമിനേറ്റിംഗ് കോൺട്രാക്ട് ഉള്ളവർ എന്തായാലും ഒന്ന് എടുത്തു നോക്കാം. അടുത്തതായിട്ട് ഈ പാക്കിൽ ഏറ്റവും ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള സനിയോളോ.
ഈ കാർഡ് ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ കാർഡാണ്. ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻകൺസിസ്റ്റന്റ് കാർഡാണ്. സോ എത്ര റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാർഡ് കളിപ്പിക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. അത്യാവശ്യം സ്കിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, മോശമില്ലാത്ത പെർഫോമൻസും തരുന്നുണ്ട്. സോ നിങ്ങളുടെ ചോയ്സ് ആണ് ഇതിൽ ആരെടുക്കണം എന്നുള്ളത്. ഓവറോൾ ഈ ഒരു പാക്കിന്റെ റിവ്യൂ പറയുകയാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പാക്ക് കൊണ്ടുവന്നത് എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. കാര്യം പുതിയ ലൈസൻസ് കിട്ടിയ പ്ലേയേഴ്സിന്റെ പാക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിലും ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് കൊണാമിക്ക് താല്പര്യം. പക്ഷെ എന്നാലും ഇതിൽ ഒരു കാർഡ് പോലും നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു യൂസ് ഉള്ള കാർഡായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ വെറുതെ നോമിനേറ്റിംഗ് കോൺട്രാക്ട് വേസ്റ്റ് ചെയ്യേണ്ടെന്നേ പറയുന്നത്. എനിക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ സനിയോളോ അല്ലെങ്കിൽ നിക്കോ പാസോ അല്ലെങ്കിൽ അസ്ലാനി, ഈ ഒരു 3 കാർഡാണ് ഞാൻ സോളിഡ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തത്. പിന്നെ 4 സ്റ്റാർ മസീനെയോ ബെർണേഡിനെയോ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല, കളിപ്പിച്ചാലും കളിപ്പിച്ചില്ലെങ്കിലും. സോ ഇതാണ് ഈ പാക്കിനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.